കാരണം നമ്മളിപ്പോൾ ചില ആൾക്കാർ കെമിക്കൽ പീലിങ് മൈക്രോ ബ്ലീഡിങ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് അത്രയും സിറ്റിംഗ് വേണം. ബ്രൈഡലിന്റെ ടൈമിൽ നമുക്കത് ഹെൽപ്ഫുൾ ആണ്, പിന്നെ ലൈഫ് ലോങ് നമുക്കത് ഹെൽപ്ഫുൾ ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ കൂടുതൽ ടൈം അകത്ത് സ്പെൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ 30 മതി, അല്ല പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 50 സൺസ്ക്രീൻ കസ്റ്റായിട്ടും സെലക്ട് ചെയ്യണം. പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല നമുക്ക് പോസ് നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള സാധനമാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതൊരു BHA ആണ്, അതായത് എക്സ്ഫോളിയേറ്റിംഗ് സെറം ആണ്. ചിലപ്പോൾ ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടാവും. പിമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്ത ഫേസ് വാഷ് എടുത്താൽ കുഴപ്പമില്ല. കറന്റ് പിമ്പിൾസ് ഉണ്ടെങ്കിൽ, പിമ്പിൾസ് ഇപ്പം ഇല്ല, പിമ്പിൾ മാർക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഈ കറുത്ത കുത്ത് വരുന്നതിന് അതിനെ തടയാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുത്തി. പിന്നെ കറന്റ് മുഖത്ത് ആക്നെ ഉണ്ടെങ്കിൽ, കാരണം അതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല, ആ റീസൺ ഒന്ന് നോക്കിയിട്ട് പിന്നെ സ്കിൻ കെയർ റൂട്ടീൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ കണ്ണിന്റെ അടിയിൽ വരുന്ന ഡാർക്ക്നെസ് ആണ്. കാരണം നമ്മൾ ഒരുമിച്ച് സെറോ മോയ്സ്ചറൈസർ എല്ലാം കൂടെ കൊടുത്താൽ നമ്മുടെ സ്കിൻ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ്. ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് റുട്ടീനിലോട്ട് പോകാം. പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ റുട്ടീൻ പറയുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഒരു ബ്രൈഡൽ സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. മിനിമം ഒരു 3 to 4 months മുന്നേ എങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളിത് ഫുള്ള് കണ്ടിട്ട് മനസ്സിലാക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ കൺസേൺ എന്ന്. കാരണം ഇതിനകത്ത് ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ്. എനിവേസ്, ഫസ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ബ്രൈഡലിന് മുന്നേ നമ്മൾ ചിലപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ്, സ്കിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുപോലും 3 to 4 months മുന്നേ നമ്മൾ ചെയ്യുക. കാരണം നമ്മളിപ്പോൾ ചില ആൾക്കാർ കെമിക്കൽ പീലിങ് മൈക്രോ ബ്ലീഡിങ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് അത്രയും സിറ്റിംഗ് വേണം. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്ലാനിങ് ഇല്ലാണ്ട് ഒരു മാസം മുന്നേ ചെന്നിട്ട് നമ്മൾ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തോ എസ്തറ്റീഷ്യൻ്റെ അടുത്തോ ചെന്നിട്ട് അത് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്തു തരാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത് 3 to 4 months മുന്നേ നമ്മളത് പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞത്. അടുത്തെന്ന് വെച്ചാൽ ഇപ്പം കാർബൺ പീലിംഗ് ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. കാർബൺ പീൽ ചെയ്യുകയാണെങ്കിൽ പോലും ഒരു സിറ്റിംഗ് കൊണ്ട്, ബ്രൈഡലിന് ഒരു സിറ്റിങ്ങിന് മുന്നേ കാർബൺ പീൽ ചെയ്യരുത്. മിനിമം ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ കാർബൺ പീൽ ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്കത് നമ്മളിപ്പോൾ 3 to 4 months മുന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്കിന്നിന് അത് ചേരുമോ ഇല്ലേന്ന്. നമ്മൾ ജസ്റ്റ് 1 month മുന്നെയാണ് പോയി ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് പറ്റാത്ത സാധനമാണെങ്കിൽ നമ്മുടെ സ്കിൻ ഫുള്ള് ചീത്തയാവും. പിന്നെ നമുക്ക് കറക്റ്റ് കല്യാണ സമയത്ത് നമുക്ക് അത്രയും ഒരു പാടൊക്കെ ആയിട്ട് പണി കിട്ടും. അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എപ്പോഴും മനസ്സിൽ വെക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ കല്യാണ സമയത്തൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ, ഞാനൊരു കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. വിറ്റാമിൻ ഡെഫിഷ്യൻസി ഏതൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി, എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചസോ ഉണ്ടോ എന്നൊക്കെ നോക്കി. ഉണ്ടായിരുന്ന വിറ്റാമിൻ ഡെഫിഷ്യൻസി വെച്ചിട്ട് ഞാൻ ഡോക്ടറിനെ കണ്ടിട്ട് സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ തുടങ്ങി. എനിക്ക് വിറ്റാമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ തുടങ്ങി. കാരണം വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് നമുക്ക് മൗത്തിന് ചുറ്റുമുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, കണ്ണിന് ചുറ്റുമുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, പിന്നെ നമുക്ക് എന്തെങ്കിലും PCOD അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെ ബേക്ക് താഴെ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ബേക്കിലൊക്കെ നമുക്ക് കറുപ്പ് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ കൊണ്ട് മാത്രം ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ബ്രൈഡലിൻ്റെ ടൈമിൽ നമുക്കത് ഹെൽപ്ഫുൾ ആണ്, പിന്നെ ലൈഫ് ലോങ് നമുക്കത് ഹെൽപ്ഫുൾ ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. അറിയാം കുറച്ച് വലുതാണ്, ബട്ട് സ്റ്റിൽ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് 3 to 4 months മുന്നേ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ബ്ലഡ് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അത് ബ്രൈഡൽ മാത്രമല്ല, നിങ്ങൾ 25 എബോ ആണെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ PCOD PCOS അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ബോഡി ചെക്കപ്പും ചെയ്യുന്നത് നല്ലതാണ്. എനിവേസ്, അപ്പോൾ അതായിരുന്നു ആ ഒരു ഇൻട്രോ കാര്യം. ഇനി നമുക്ക് ഓരോ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിലോട്ട് പോകാം. ഇനി സ്കിൻ കെയർ റുട്ടീനിലോട്ട് പോകാം. ഇപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ എപ്പോഴും പറയുന്നത്, നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ 3 മുതൽ 4 മാസം വരെ എടുക്കും. അല്ലാണ്ട് ഇതൊരു മിറാക്കിൾ പ്രൊഡക്റ്റ് ഒന്നുമല്ല. ഒരാഴ്ച മുന്നേ നമുക്ക് സ്കിൻ കെയർ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ 1 month മുന്നേക്ക് ആണെങ്കിൽ നിങ്ങൾ സ്കിൻ കെയർ ബേസിക്സിൽ സ്റ്റിക്ക് ചെയ്യുക. അതല്ല 3 months 4 months ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സെറം ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1 month ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ സാധാരണ ക്ലെൻസർ എടുക്കും. അപ്പോൾ ക്ലെൻസറിലോട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം കഴുകി കളയുന്ന കാര്യമാണ്. സോ ഇപ്പോൾ ആക്റ്റീവുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ക്ലെൻസേഴ്സ് ഒന്നും വേണ്ട. നോർമലി ഒരു സാധാരണ ക്ലെൻസർ, ഫേസ് വാഷും വേണ്ട, സെറ്റാഫിൻ്റെ ജെൻറൽ ക്ലെൻസർ ആയാലും മതി. കാര്യം എന്തെന്ന് വെച്ചാൽ, ഒന്ന് നമുക്കിപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് മാക്സിമം അലർജീസ് ഇല്ലാത്ത സാധനം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റാഫിൻ്റെ ക്ലെൻസർ യൂസ് ചെയ്യുക.
അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്കിൻ ടൈപ്പ് ഏതാണോ അതനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുക. ഇപ്പം നിങ്ങളുടേതൊരു ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ സെറമൈഡ് മോയ്സ്ചറൈസർ ഉണ്ട്, ഓയിൽ ഫ്രീ ആണ്, അതൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ ഡെർമക്കോയുടെ സെറമൈഡ് മോയ്സ്ചറൈസർ ഓയിൽ ഫ്രീ ഉണ്ട്, അതും ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ മോയ്സ്ചറൈസർ ഉണ്ട്, അതും ഒരു നല്ല ഓപ്ഷനാണ്. അതിനുശേഷം നിങ്ങൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോഴും അതും എപ്പോഴും ജെൽ ബേസ്ഡ് ആയിട്ട് സൺസ്ക്രീൻ വേണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിക്സ്ഡെർമയുടെ സൺസ്ക്രീൻ നല്ലതാണ്, അത് 30 SPF ഉള്ളതുകൊണ്ട് 50 SPF ഉള്ളതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ടൈം അകത്ത് സ്പെൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ 30 മതി, അല്ല പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 50 സൺസ്ക്രീൻ കസ്റ്റായിട്ടും സെലക്ട് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീകൺസ്ട്രക്റ്റിൻ്റെ ജെൽ സൺസ്ക്രീൻ ഉണ്ട്, അതല്ലെങ്കിൽ വിഷ് കെയറിൻ്റെ ജെൽ സ്ക്രീനും ഉണ്ട്. ഇത് ഏതെങ്കിലും ഒരു ജെൽ സൺസ്ക്രീൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കിൻ കെയർ റൊട്ടീൻ അങ്ങനെ അത് മാത്രം ചെയ്ത് നിർത്താൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് പിന്നെ ബേസിക്കലി ഞാൻ നിങ്ങൾ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തേ പറ്റുള്ളൂ എന്നുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയാം നിങ്ങൾക്ക് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു സൺസ്ക്രീൻ മാത്രം ഫോളോ ചെയ്താൽ മതി. കാരണം നമ്മളിപ്പോൾ ഒരുപാട് പുതിയ സാധനങ്ങൾ സ്കിൻ കെയറിലോട്ടൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു 1.5 മാസം മുന്നേ ആണെങ്കിൽ ഇത് ചെയ്താൽ മതി. ലൈക്ക് 2-3 വീക്സ് ഒക്കെ മുന്നേ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും. കാരണം ചെയ്ത് നമുക്ക് സ്കിൻ എങ്ങാനും റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നിങ്ങളതൊരു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. സ്കിപ്പ് ചെയ്യുക, അത് വെറുതെ വെള്ളം കൊണ്ടൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് നല്ല തിക്കായിട്ട് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡോട്ട് ആൻഡ് കി സെറമൈഡ് മോയ്സ്ചറൈസർ ഉണ്ട്, നമ്മുടെ റിക്വെലിൻ്റെ സെറമൈഡ് മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിക്കായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു അതല്ലെങ്കിൽ നമുക്ക് മിനിമലിസ്റ്റിൻ്റെ വിറ്റാമിൻ ബിയുടെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, അതൊരു നല്ല ഓപ്ഷനാണ്. ഇത് മൂന്നും ഞാൻ എൻ്റെ റെക്കമെൻഡേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ ആയിരിക്കണമെന്നേ ഉള്ളൂ, അത് ഫോളോ അപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അത് അക്വലോജിക്കയുടെ സൺസ്ക്രീൻ ആവാം, അതല്ലെങ്കിൽ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ആകാം. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീകൺസ്ട്രക്റ്റിൻ്റെ ജെൽ സൺസ്ക്രീൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം നമ്മൾ നല്ല തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതുകൊണ്ട് വിഷ് കെയറിൻ്റെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ജെൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പോൾ ഇങ്ങനെ എടുക്കുക നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻ. പിന്നെ അപ്പം ഇതായിരിക്കണം ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ. ഇത് 1.5 മാസം മുന്നേ ആണെങ്കിൽ ഇത് ഫോളോ ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് 3 മന്ത്സ് മുന്നേ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സ്കിൻ കൺസേണും മാറ്റാനുള്ള ടൈം നമുക്ക് 3 to 4 മന്ത്സ് മുന്നേ ആണെങ്കിൽ കിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇനി നോക്കാം. കോമൺ ആയിട്ട് വരുന്നൊരു സ്കിൻ കൺസേൺ ആണ് ഓപ്പൺ പോസ്. അതായത് നമ്മുടെ സ്കിന്നിലുള്ള പോസ് ഓപ്പൺ ആണ്. പിന്നെ ആദ്യമേ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പൺ പോസ് ഒരു ജനലൊന്നും അല്ല, തുറന്നടയ്ക്കാനൊന്നും പറ്റത്തില്ല. പോസ് അവിടെ തന്നെ നിൽക്കും, പക്ഷെ നമുക്ക് പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല നമുക്ക് പോസ് നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ പോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്കിൻ കെയർ റൂട്ടീൻ സെറ്റപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. അതിനുശേഷം നയാസിനമൈഡ് സെറം, പിന്നെ നയാസിനമൈഡ് സെറം യൂസ് ചെയ്യുമ്പോൾ ആരും 10% വാങ്ങിച്ച് യൂസ് ചെയ്ത് 5% നയാസിനമൈഡ് സെറം യൂസ് ചെയ്താൽ മതി. അത് മിനിമലിസ്റ്റിലുണ്ട്, പ്ലമ്മിലുണ്ട്, ഡെർമക്കോയിലുണ്ട് 5% നയാസിനമൈഡ് സെറം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു 5% നയാസിനമൈഡ് സെറം വാങ്ങി മോർണിംഗും നൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ പാച്ച് ടെസ്റ്റ് ചെയ്യണം. എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നയാസിനമൈഡ് സെറം യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജെൽ മോയ്സ്ചറൈസർ, ഞാൻ ആദ്യമേ പറഞ്ഞ ഏതെങ്കിലും ഒരു ജെൽ മോയ്സ്ചറൈസർ വാങ്ങി യൂസ് ചെയ്തിട്ട് സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാം. നൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റെറ്റിനോൾ ഇപ്പോൾ യൂസ് ചെയ്യാൻ ഞാൻ പറയത്തില്ല. കാരണം എങ്ങാനും 3 മന്ത്സിന് മുന്നേ ആണെങ്കിൽ ഒരു പീലിംഗ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് റെറ്റിനോൾ പാൻറ്റേജിങ് ഒന്നും വേണ്ട. സെയിം നിയാസിനമൈഡ് സെറം തന്നെ നമുക്ക് നൈറ്റിലും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ വേണമെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം സാലിസിലിക് ആസിഡ് സെറംസ് യൂസ് ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതൊരു BHA ആണ്, അതായത് എക്സ്ഫോളിയേറ്റിംഗ് സെറമാണ്. അപ്പോൾ അത് നമ്മുടെ പോസിനകത്തോട്ട് പോയിട്ട് പോസിനകത്തുള്ള അഴുക്കല്ല, അതായത് ഓയിലിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറമാണ് സാലിസിലിക് ആസിഡ്. ഇത് പോസിനകത്തോട്ട് പോയിട്ട് പോസിനെ ക്ലീൻ ചെയ്തിട്ട് വരും. അതുകൊണ്ട് ആഴ്ചയിൽ 2-3 ദിവസം നൈറ്റ് സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നിയാസിനമൈഡ് സെറം ഉപയോഗിച്ച് കൂടാന്നൊന്നുമില്ല. സാലിസിലിക് ആസിഡും നിയാസിനമൈഡും നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്കിൻ കെയർ റുട്ടീൻ. ഇനി നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചിലപ്പോൾ ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടാവും. അല്ല ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഇൻറ്റൻസ് ആയിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്താൽ മതി. അല്ല നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഫേസ് വാഷിന് വരെ നമുക്ക് നോർമൽ ഫേസ് വാഷിന് വരെ നമുക്ക് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് എടുക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെർമക്കോഡ 1% സാലിസിലിക് ആസിഡ്, മിനിമലിസ്റ്റിന് സാലിസിലിക് ആസിഡ്, പ്ലമ്മിൻ്റെ ഫോമിങ്, അത് നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ പ്ലമ്മിൻ്റെ ഫോമിങ് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. അതിനുശേഷം പിന്നെ ഡോക്ടർ ഷേത്തിന് സാലിസിലിക് ആസിഡ് ഉണ്ട്, അക്വാസ്കോഡ് ഉണ്ട്, ബേബി ബോഡി വൈസും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഏതെങ്കിലും ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതിനുശേഷം നയാസിനമൈഡ് യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ യൂസ് ചെയ്യുക. നെക്സ്റ്റ് നൈറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ സെയിം സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ 2 to 3 വീക്സിൽ സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞെടുത്ത് ഇവിടെ ആഴ്ചയിൽ 2 ദിവസം മാത്രം സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഡെയിലി ഫേസ് വാഷ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കറിയാം നമ്മൾ സാലിസിലിക് ആസിഡിൻ്റെ ബോട്ടിൽ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എഴുതി നിങ്ങൾക്ക് ഡേയും നൈറ്റും ഒക്കെ യൂസ് ചെയ്യാമെന്ന്. പ്രസന്റ്ലി അതൊരു എക്സ്ഫോളിയേഷൻ ആയതുകൊണ്ട് നമ്മൾ എക്സസ് ആയിട്ട് എക്സ്ഫോളിയേഷൻ നടക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പിമ്പിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ആരും നമ്മൾ ഡെയിലി ഒന്നും അത് യൂസ് ചെയ്യേണ്ട. തൽക്കാലത്തേക്ക് നമ്മുടെ കൺസേൺ തൽക്കാലത്തേക്കൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഴ്ച 2 ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ശ്രദ്ധിക്കുക, സാലിസിലിക് ആസിഡ് എപ്പോഴും ഒരു സ്കിൻ ഇറിറ്റേറ്റിംഗ് ഏജന്റ് ആയതുകൊണ്ട് ഡ്രൈ സ്കിന്നിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതിനുശേഷം സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ നല്ല രീതിയിൽ നയാസിനമൈഡ് സെറം നമ്മുടെ മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് പിമ്പിൾസും ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതായത് പിമ്പിൾ മാർക്സും ഹൈപ്പർ പിഗ്മെന്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐ കാർഡ് കൊടുക്കാം, വേണമെങ്കിലൊന്ന് കണ്ടു നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് വാഷ് ഞാൻ ഇപ്പോൾ സാലിസിലിക് ആസിഡ് അങ്ങനത്തെ ഒരു ഫേസ് വാഷ് വേണ്ട, നോർമലി ഏതെങ്കിലും ഒരു ഫേസ് വാഷ് എടുക്കുക. മാക്സിമം പിമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്ത ഫേസ് വാഷ് എടുത്താൽ കുഴപ്പമില്ല. കറന്റ് പിമ്പിൾസ് ഉണ്ടെങ്കിൽ, പിമ്പിൾസ് ഇപ്പോൾ ഇല്ല, പിമ്പിൾ മാർക്ക് ഇല്ലെങ്കിൽ സെറ്റാഫിലിൻ്റെയോ മിനിമലിസ്റ്റിൻ്റെ ഓട്സ് ക്ലെൻസറോ അല്ലെങ്കിൽ ഡോക്ടർ ഷെയ്ത്തിൻ്റെ സിൻഡർലയുടെ ജെന്റൽ ക്ലെൻസർ ഉണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു ജെന്റൽ ക്ലെൻസർ ഫോളോ അപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ബാരിയർ റിപ്പയർ ജെന്റൽ ക്ലെൻസർ ഉണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു ജെന്റൽ ക്ലെൻസർ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കറുത്ത കുത്ത് വരുന്നതിന് അതിനെ തടയാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കുത്തിനി വരാതിരിക്കാൻ, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാതിരിക്കാനുള്ള സാധനം യൂസ് ചെയ്യുക. പിന്നെ ഉള്ളതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനുള്ള സാധനം യൂസ് ചെയ്യുക. അതിനാണ് നമ്മൾ ആൽഫ ആർബിറ്റിൻ, കോജിക് ആസിഡ്, ട്രാൻസെക്സാമിക് ആസിഡ് ഒക്കെ പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഏതെങ്കിലും യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് കോജിക് ആസിഡാണ്. ഡെർമക്കോയിലാണ് ഏറ്റവും കൂടുതൽ കോജിക് ആസിഡിൻ്റെ ഇതുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഡെർമക്കോഡ് 2% കോജിക് ആസിഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡെർമ ടച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ 2% കോജിക് ആസിഡ് സെറം ഉണ്ട്, അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മിനിമലിസ്റ്റ് ആൽഫ ആർബിറ്റിൻ ഉണ്ട്, അത് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണം മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ, രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഒരുമിച്ച് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡീകൺസ്ട്രക്റ്റിൻ്റെ നയാസിനമൈഡും ആൽഫ ആർബിറ്റിനും കൂടി ഉള്ളതുകൊണ്ട് അത് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഇപ്പോൾ നിയാസിനമൈഡ് ആവശ്യമുണ്ടെന്ന് വെച്ചിട്ട് ഹൈഡ്രേഷന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നിയാസിനമൈഡ് ഇപ്പോൾ നിങ്ങൾക്ക് സ്കിൻ കെയർ റൊട്ടീനിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. 2 സെറമല്ലേ, ഒറ്റ സെറമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ, നിങ്ങളതൊരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ തിക്ക് ബേസ്ഡ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഒരു ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിലി സ്കിന്നിൻ്റെ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾക്ക് പിന്നെ കറൻ്റ്ലി മുഖത്ത് ആക്നെ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പം ഡോക്ടറിനെ കണ്ടിട്ട് ഏതെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെൻസോൾ പെറോക്സൈഡിൻ്റെ ക്രീം നൈറ്റ്ലി യൂസ് ചെയ്യുന്നതുകൊണ്ടും തെറ്റില്ല. പക്ഷെ എന്തായാലും സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാൻ മറക്കരുത് മോർണിംഗിൽ. പിന്നെ നിങ്ങൾക്ക് നേരത്തെ എക്സ്ഫോളിയേഷന് വേണ്ടി നമ്മൾ നേരത്തെ സാലിസിലിക് ആസിഡ് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നമുക്ക് എക്സ്ഫോളിയേഷന് വേണ്ടി ഗ്ലൈക്കോളിക് ആസിഡ് സെറമാണ് ഏറ്റവും നല്ലത്. ഡോക്ടർ ഷെയ്ത്തിലുണ്ട്, പിൽഗ്രിമിലുണ്ട്, അതുപോലെ തന്നെ ലോറൽ പാരീസിലുണ്ട് നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ് സെറം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഗ്ലൈക്കോളിക് ആസിഡ് സെറം വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഗ്ലൈക്കോളിക് ആസിഡ് ഒരു ആണ്, അത് നമ്മളെ അപ്പർ സ്കിന്നിലാണ് വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊരു മെലാനിൻ പ്രൊഡക്ഷൻ തടയുന്ന സാധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ പിഗ്മെന്റേഷൻ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതായത് പിമ്പിൾസ് മാർക്ക് ഉണ്ടെങ്കിലോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മെലാസ്മ പോലെയുള്ള എന്തെങ്കിലും ആണെങ്കിൽ ഡോക്ടറിനെ കണ്ടിട്ട്, കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല, ആ റീസൺ ഒന്ന് നോക്കിയിട്ട് പിന്നെ സ്കിൻ കെയർ റൂട്ടീൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പോഴും ആക്നെ ഉണ്ട്, അത് ഹോർമോണൽ ചേഞ്ച് അല്ലാന്നും കൂടെ ഒന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കാം. അടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൻ്റെ അടിയിൽ വരുന്ന ഡാർക്ക്നെസ് ആണ്. കാരണം നിങ്ങൾ നല്ല ടയേർഡ് ആവും, കാരണം ഉറക്കം ശരിയാവത്തില്ല, ടെൻഷൻ, ഒരു ആങ്സൈറ്റി കല്യാണത്തിന്, അതേ കാരണം നമ്മുടെ ഉറക്കം ശരിയാവത്തില്ല, നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്
ഇതിപ്പോൾ പഠിക്കുന്ന കുട്ടികളും കൂടെ ആണെങ്കിൽ രണ്ടും കൂടെ വരുന്നതിൻ്റെ ഒരു ടെൻഷൻ അതെല്ലാം ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു അണ്ടർ ഐ ക്രീം സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഹെറിഡിറ്ററി ആയിട്ടൊക്കെയാണ് അണ്ടർ ഐ ഡാർക്ക്നെസ് ഇല്ലാതെങ്കിൽ പോലും കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് താത്കാലികമായിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറച്ചെടുക്കാൻ പറ്റും അണ്ടർ ഐ ക്രീംസ് യൂസ് ചെയ്താൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വിറ്റാമിൻ സി വരുന്ന അണ്ടർ ഐ ക്രീംസ് ഏതാണോ അത് യൂസ് ചെയ്യുക. അത് ഡോട്ട് ആൻഡ് കീലുണ്ട്. പിന്നെ നിങ്ങൾക്ക് റിങ്കിൾസ് ആണുള്ളെങ്കിൽ നിങ്ങൾക്ക് ഇത് മിനിമലിസ്റ്റിന്റെ റെറ്റിനോൾ ബേസ് ചെയ്തിട്ടുള്ള അണ്ടർ ഐ ക്രീംസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തൽക്കാലത്തേക്ക് നമുക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് മാറ്റി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്തൊക്കെ യൂസ് ചെയ്താലും മസ്റ്റായിട്ടും നിങ്ങളുടെ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ഞാൻ പറയാൻ പോണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് പറഞ്ഞില്ലേ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് സ്കിൻ കെയറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് സെറമൊക്കെയാണ് സെറമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ഫേസ് വാഷും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഫോളോ അപ്പ് ചെയ്യുക. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ സെറം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഒരുമിച്ച് സെറവും മോയ്സ്ചറൈസറും എല്ലാം കൂടെ കൊടുത്താൽ നമ്മുടെ സ്കിൻ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യമേ ബേസിക് സ്കിൻ കെയർ ഒരു ആഴ്ച ഒന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സെറംസ് എല്ലാം കൂടി ഇൻക്രീസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ സ്കിൻ കെയർ കൊണ്ട് മാത്രം നമുക്കൊരു നല്ല സ്കിൻ കിട്ടത്തില്ല. നന്നായിട്ട് ഉറങ്ങുക, അതുപോലെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, പിന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് omega 3 അടങ്ങിയ ഫുഡുകൾ, അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഓറഞ്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതെല്ലാം നിങ്ങളുടെ സ്കിൻ ഫുഡ് ഇൻടേക്കിലേക്ക് ശ്രദ്ധിക്കുക. പിന്നെ ജ്യൂസുകൾ ഇപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമില്ല മാക്സിമം ജ്യൂസിലോട്ടാക്കിയാൽ ഒരു പിടിക്ക് രണ്ട് പക്ഷി, കാരണം വെള്ളവും കിട്ടും, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ വിറ്റാമിൻസ് മിനറൽസ് നമ്മുടെ സ്കിന്നിലോട്ട് കിട്ടും. പിന്നെ വേണമെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതുകൊണ്ടും വിറ്റാമിൻ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നതുകൊണ്ടും ആന്റി ഓക്സിഡന്റ് സപ്ലിമെന്റ്സ് എടുക്കുന്നതുകൊണ്ടും തെറ്റില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ റുട്ടീൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ ബ്രൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലും ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ബ്രൈഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. എല്ലാ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേസിലും സൺഡേസിലും ഞാൻ വരുന്നതാണ്. ടിൽ ഡേറ്റ്സ് ലക്ഷ്മി സൈനിങ്.